കാക്കയുടെ ബുദ്ധി. വേനൽക്കാലത്ത് ഒരു കാക്ക കാട്ടിലൂടെ ദാഹിച്ച് പറന്നു പോകുകയായിരുന്നു. കുറേ നേരമായി വെള്ളം കിട്ടാണ്ട് കാക്ക കാട്ടിലൂടെ പറക്കാൻ തുടങ്ങിയിട്ട്. പക്ഷേ അവിടെ എങ്ങും ഒരിറ്റ് വെള്ളം പോലും കാക്കയ്ക്ക് കണ്ടെത്താനായില്ല. സൂര്യന്റെ ചൂടാണെങ്കിലോ കൂടിക്കൂടി വന്നു. കാക്കയുടെ തൊണ്ട വറ്റി വരണ്ടു. പാവം കാക്ക ഇനി എന്തു ചെയ്യും? അങ്ങനെ പറന്നു പോകുമ്പോൾ അവൻ ദൂരെ ഒരു ചെറിയ കുടം കണ്ടു. കുടത്തിന്റെ അടുത്തേക്ക് പറന്നു വന്നു. ആ കുടത്തിൽ കുറച്ചു വെള്ളമേ ഉണ്ടായിരുന്നുള്ളൂ. സന്തോഷത്തോടെ കാക്ക കുടത്തിലേക്ക് തലയിട്ട് നോക്കിയപ്പോൾ എന്താണ് കണ്ടതെന്നറിയാമോ കൂട്ടുകാരെ? വളരെ കുറച്ച് വെള്ളം മാത്രമായിരുന്നു അടിഭാഗത്തുണ്ടായിരുന്നത്. അതാണെങ്കിലോ കാക്കയ്ക്ക് കുടിക്കാനും കിട്ടുന്നില്ല. കാക്ക തലയിട്ട് കുറേ ശ്രമിച്ചു നോക്കി. പാവം കാക്ക. കാക്ക സങ്കടത്തോടെ കുറച്ചു നേരം ആലോചിച്ചിരുന്നു. ഇനി എന്തു ചെയ്യും? എങ്ങനെയാ വെള്ളം കിട്ടുക? സൂത്രക്കാരനായ കാക്കയ്ക്ക് പെട്ടെന്നൊരു ബുദ്ധി തോന്നി. ദൂരെ അവൻ കുറച്ചു കല്ലുകൾ കണ്ടു. അവൻ ആ കല്ലുകൾ കൊക്കുകൊണ്ട് ഓരോന്നോരോന്നായി കൊത്തിയെടുത്തു. എന്നിട്ട് ഓരോന്നായി കുടത്തിൽ കൊണ്ടിട്ടു. പതുക്കെ വെള്ളം ഉയർന്നു വരാൻ തുടങ്ങി. അങ്ങനെ കുടം നിറയുന്നതുവരെ കാക്ക കല്ലുകൾ ഇട്ടുകൊണ്ടിരുന്നു. അങ്ങനെ കുടം നിറച്ചും വെള്ളമായി കൂട്ടുകാരെ. അങ്ങനെ കാക്ക മതിയാവോളം വെള്ളം കുടിച്ചു ദാഹം അകറ്റി. അങ്ങനെ കാക്കയ്ക്ക് സന്തോഷമായി. ചില സാഹചര്യങ്ങളിൽ കുറച്ചു ബുദ്ധിപരമായി ചിന്തിച്ചാൽ വലിയ വലിയ പ്രശ്നങ്ങളും തരണം ചെയ്യാൻ സാധിക്കും. ഇതാണ് കൂട്ടുകാരെ നമുക്ക് കഥയിൽ നിന്നുള്ള ഗുണപാഠം. എവിടെയാണോ നമ്മൾ പരിശ്രമത്തോടെ വഴി തിരയുന്നത് അവിടെ നമുക്ക് വിജയത്തിലെത്താൻ സാധിക്കും. അങ്ങനെ കാക്ക വെള്ളമൊക്കെ കുടിച്ച് സന്തോഷത്തോടെ പറന്നുപോയി. പണ്ട് ഒരു ഗ്രാമത്തിൽ ഒരു കർഷകൻ താമസിച്ചിരുന്നു. അദ്ദേഹത്തിന് ഒരു താറാവുണ്ടായിരുന്നു. എല്ലാ ദിവസവും ആ താറാവ് മുട്ടയിടാറുണ്ടായിരുന്നു. കാശുണ്ടാക്കുന്നതിന് വേണ്ടി മുട്ടകളെല്ലാം ശേഖരിച്ച് അദ്ദേഹം പട്ടണത്തിൽ കൊണ്ടുപോയി വിൽക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം താറാവ് ഒരു സ്വർണ്ണമുട്ടയിട്ടു. എല്ലാ ദിവസവും താറാവ് സ്വർണ്ണമുട്ടയിടാൻ തുടങ്ങി. അങ്ങനെ കൃഷിക്കാരൻ ഒരു പണക്കാരനായി മാറി. ഒരു ദിവസം കൃഷിക്കാരൻ ചിന്തിച്ചു, ഈ താറാവിൻ്റെ വയറ് കീറി മുറിച്ചാൽ ഒരുപാട് സ്വർണ്ണമുട്ട കിട്ടുമല്ലോ. അങ്ങനെ അയാൾ താറാവിനെ വയറു കീറി കൊന്നുകളഞ്ഞു. പക്ഷേ സ്വർണ്ണമുട്ട ഒന്നും തന്നെ കിട്ടിയതുമില്ല. അവസാനം കർഷകന് താൻ ചെയ്തത് വലിയൊരു തെറ്റാണെന്ന് മനസ്സിലായി. ഈ കഥയിൽ നിന്നും എന്താണ് മനസ്സിലായത് കൂട്ടുകാരെ? അത്യാഗ്രഹം ആപത്താണ്. പണ്ട് ഒരു ഗ്രാമത്തിലെ ഒരു കർഷകനും ഭാര്യയ്ക്കും ഒരു കീരി ഉണ്ടായിരുന്നു. ഒരു ദിവസം അവർ ജോലിക്ക് പോവുകയായിരുന്നു. അതിനാൽ അവർ അവരുടെ കുഞ്ഞിനെ വീട്ടിൽ കീരിയോടൊപ്പം വിട്ടു. കുഞ്ഞിനെ പരിരക്ഷിക്കാൻ കീരി സമർത്ഥയായിരുന്നു. കീരിയെ അവർ വിശ്വസിച്ചു. അവർ വീട്ടിലില്ലാത്തപ്പോൾ ഒരു പാമ്പ് വീട്ടിലേക്ക് കടന്നു വന്നു കുഞ്ഞിനെ ആക്രമിക്കാൻ ശ്രമിച്ചു. ധീരയായ കീരി പാമ്പുമായി പോരാടി കുഞ്ഞിനെ രക്ഷിച്ചു. കർഷകന്റെ ഭാര്യ വീട്ടിലേക്ക് തിരിച്ചു വന്നപ്പോൾ കീരിയുടെ വായിൽ രക്തം പുരണ്ട നിലയിൽ കണ്ടു. കുഞ്ഞിനെ ആക്രമിച്ചെന്ന് അവൾ തെറ്റിദ്ധരിച്ചു. കൂടാതെ ദേഷ്യത്തോടെ
കീരിയെ അവൾ കൊന്നുകളഞ്ഞു. അതിനുശേഷം അവൾ വീടിനകത്തേക്കു കടന്നു. കുഞ്ഞ് സുരക്ഷിതമായ തൊട്ടിലിൽ ഉറങ്ങുകയാണ്. അതിന് തൊട്ടരികിലായി പാമ്പ് മരിച്ച നിലയിൽ കിടക്കുന്നതും അവൾ കണ്ടു. സത്യം മനസ്സിലായപ്പോൾ അവൾക്ക് അവളോട് തന്നെ വെറുപ്പ് തോന്നി. അവൾ ഒരുപാട് സങ്കടപ്പെട്ടു. ഈ കഥയിൽ നിന്നും എന്താണ് മനസ്സിലായത് കുട്ടികളെ? കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ചിന്തിക്കുക.